ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മായയുടെ ഒരു ഡേ ഔട്ട് ടു ബീച്ച് എന്ന് വേണം പറയാം. നമ്മൾ ആക്ച്വലി മായ ആസ് എ ഡോഗ്. ഇതാണ് ആൾ, ലാബാണ്, 4.5 years ഓൾഡാണ്. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഓക്കെ. അപ്പം നമ്മൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഓടി വരും, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലീഷും കൊണ്ടാണ് വരാറ്. ഇന്നിപ്പോൾ ലീഷ് എടുക്കാൻ മറന്നുപോയി, എക്സൈറ്റ്മെൻറ്റ് കാരണമാണോന്ന് അറിയില്ല, മറന്നുപോയി. ഇപ്പോൾ ലീഷ് എടുക്കുന്നു പറഞ്ഞപ്പോൾ ലീഷ് എടുക്കാൻ പോയി, ലീഷൊക്കെ എടുത്ത് വന്ന് കയറാൻ പോവുക. ആ സൈഡിൽ പോയപ്പം ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. ആൾ ട്രെയിൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണലി ട്രെയിൻഡ് അല്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബേസിക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ബാക്കിൽ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെ പുള്ളിക്കാരി ഫ്രണ്ടിലായിരുന്നു ഇരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം ഓക്കെ ഫ്രണ്ടിൽ അങ്ങനെ ഇരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിലേക്ക് ആക്കിയായിരുന്നു. അപ്പോൾ അത് ശീലമായിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞാൽ അങ്ങനെ ഫ്രണ്ടിലൊക്കെ കയറിയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് നമ്മൾ കുറച്ച് നല്ലൊരു പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലം വന്നപ്പം വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്ത് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നമ്മൾ ബീച്ചെത്തിയപ്പം ആളെന്നെ വലിച്ചുകൊണ്ട് പോകണം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ചെറിയ സീനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ നമ്മുടെ ഈ സൈഡിലൊരു തട്ടുണ്ടാവില്ലേ, ഈ സാധനം, അതിൻ്റെ അടിയിൽ ഒരു സ്ട്രേ ഡോഗ് പ്രസവിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മായ പപ്പിയുടെ മണം അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തലയൊക്കെ ഇട്ട് മണക്കാൻ പോയി. അപ്പം ആ സ്ട്രേ ഡോഗ് സ്വാഭാവികമായിട്ടും അവളുടെ പപ്പി അവിടെ ഇരിക്കുകയില്ല, അതുകൊണ്ട് ഭയങ്കര വയലൻ്റായി വന്ന് ആക്ച്വലി മായക്കൊരു കടി കിട്ടി, കാലിലൊരു കടി കിട്ടി. പക്ഷേ വൂണ്ടൊന്നുമില്ല, മുറിവൊന്നുമില്ല, പക്ഷെ കടി കിട്ടിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അപ്പോഴത്തേക്കും വന്ന് ഇതാക്കി പേടിപ്പിച്ച് വിട്ട അവളെ. അവൾ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്ന് വന്നപ്പോൾ നോക്കുമ്പോൾ ആ സ്ട്രേ ഡോഗ് വേറെ കുറേ ഡോഗ്സിനെ കൂട്ടിക്കൊണ്ട് വരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഏരിയയിൽ നിന്ന് തന്നെ മാറി കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങനെയൊന്നും അല്ല ആക്ച്വലി മായ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ. നമ്മൾ ബീച്ചിൽ ആക്ച്വലി എന്താ പറയുക, ട്വൈസിൻ്റെ മന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി ഈ ഓക്കെ ഇപ്പോൾ ക്യാമറ ഇളകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ക്യാമറമാൻ ഷൂട്ടിട്ടാണ് വന്നിരിക്കുന്നത് ബീച്ചിലേക്ക്. അതുകൊണ്ട് നനയൊന്ന് പേടിച്ച് പോയതാണ്. ഞാനങ്ങനെ നോക്കിയപ്പോൾ ഏതേണ്ട് കുറേ കല്ലുമക്കായ പോലത്തെ സാധനം കുഞ്ഞതാണ് ഈ പാറയിലും ഈ പായൽ പിടിച്ചിരിക്കുന്ന പാറയിലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറിച്ചെടുക്കാൻ നോക്കി, വന്നില്ല. എന്താണെന്നറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നു ഓക്കെ ട്വൈസിനെ മന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് വാട്ടർ ഇവരുടെ സ്കിന്നിന് നല്ലതാണ്. ഓക്കെ, എന്തെങ്കിലും ഡാൻഡ്രഫോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ സോൾട്ട് വാട്ടറിൽ നനയുമ്പോൾ പോകുമെന്നാണ് പറയാറ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു വർക്കൗട്ട് പോലെ ആയിരിക്കില്ല, നല്ല വെള്ളത്തിലാകുമ്പോൾ കുറച്ചും കൂടി എനർജി വേണം. അപ്പം ആൾ ഇത്തിരി ഓവർ വെയിറ്റാണ് ഇപ്പം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് പുള്ളിക്കാരി ഇത്തിരി ഡൗൺ ആയിപ്പോയി. കാരണം അപ്പുറത്തുനിന്ന് കിട്ടിയ ഒരു അറ്റാക്ക് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 4.5 വയസ്സായി. ട്വൈസിൻ്റെ മന്തെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പുള്ളിക്കാരി ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഈ വീടിൻ്റെ അടുത്തുള്ള സ്ട്രേ ഡോഗ്സ് ആയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണെങ്കിലും അവരായിട്ടൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വാക്സിനേറ്റഡ് ആണ് നമ്മുടെ ഡോഗ്, അതുകൊണ്ട് അങ്ങനെ വലിയ ഈവൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ട്രേ ഡോഗിൻ്റെ പപ്പീസായിട്ടൊക്കെ ഇവൾ കളിക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഡോഗ് വാക്സിനേറ്റഡ് ആണ്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ വിടുന്നത്. സ്റ്റിൽ ഈ കടി കൊണ്ടപ്പം നമ്മൾ ഒരു ബൂസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു ടു ബി ഓൺ ദ സേഫർ സൈഡ്. കാരണം നമ്മൾ ടേക്ക് കെയർ ചെയ്യാത്തത് കൊണ്ടൊന്നും പറ്റിപ്പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ ഒരു കടി കിട്ടിയതിൻ്റെ ഒരു വിഷമത്തിലോ എന്തോ പാനിക്കായിരുന്നു പുള്ളിക്കാരി. ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. സാധാരണ ഈ ഇങ്ങനെ പായലൊക്കെ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോയി പിടിച്ച് വരിക, നല്ല ഉള്ളിലേക്ക് പോകാറുണ്ട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ. അവൾ ഭയങ്കര സ്വിം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ. പക്ഷെ ഇത്തവണ ഇത്തിരി ഡൗൺ ആയിപ്പോയി. ആ ഒരു കടി കിട്ടിയതിൻ്റെ എഫക്റ്റിലാണ് പുള്ളിക്കാരി. ഞാൻ പിന്നെയും ആ പായൽ കുറച്ചൊക്കെ എടുത്തുകൊണ്ട് എറിഞ്ഞു കൊടുക്കാനൊക്കെ നോക്കി, പക്ഷേ ടയേർഡായിപ്പോയി. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ സൺലൈറ്റിൻ്റെ കാണുന്നത്, അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. ആൾക്കും വയ്യ, മൂഡും ഇല്ല, ഒരു ടെൻസ്ഡ് മൂഡിലായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ ഇത്തിരി ഓവർ വെയിറ്റാണ്. പിന്നെ ഇപ്പോൾ ഇത്രയും വെള്ളത്തിൽ പോയതിൻ്റെയും ആ ഒരു പാനിക്കിൻ്റെയൊക്കെ ക്ഷീണത്തിൽ പുള്ളിക്കാരിക്ക് അത് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വന്ന് പോക്കി കൊടുത്ത് തിരിച്ച് പോവാം എന്ന് വിചാരിച്ചങ്ങനെ നമ്മൾ പോവുകയാണ്. കാറിലിരിക്കുമ്പോൾ കാണാം ഭയങ്കര ഹെവി ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ടയേർഡായതിൻ്റെയൊക്കെ ആയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ പോവുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു വളമൊക്കെ കിട്ടുന്നൊരു കടയിൽ കയറണമെന്നുണ്ട്. ഒരു കട കണ്ടുപിടിച്ച് നമ്മൾ പറവൂർ. വളം വാങ്ങാനല്ല, ഒരു സ്പ്രേ, ഒരു ലിക്വിഡാണ്, എന്തോ ഈ പുല്ല് കരിയാനുള്ള ലിക്വിഡാണ്. വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ സാധനം എന്താണെന്നുള്ളത് കാണിക്കാം. അങ്ങനെ നമ്മൾ വീടെത്തി ആ സാധനം വാങ്ങി. അവിടെ നിന്നാണ് വാങ്ങിയത്, പറവൂരാണത്. കണ്ടോ, ഈ കാടും പടലും കരിച്ച് കളയാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ലിക്വിഡ് വാങ്ങിയത്. അത് ട്രൈ ചെയ്തിട്ട് പുല്ല് കരിഞ്ഞെങ്കിൽ ആ പ്രൊഡക്റ്റ് കാണിച്ചു തരാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യണേ.